അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഅബാലയം മഹത്വവും നിയമങ്ങളും സ്ഥലങ്ങളും കാലങ്ങളും വസ്തുക്കളും എല്ലാം ഒരുപോലെയല്ല. ചിലതു ചിലതിനേക്കാൾ പുണ്യമുള്ളതാണ്. ഈ പുണ്യം ചിലപ്പോൾ അവയുടെ സ്വന്തത്തെ പരിഗണിച്ചുകൊണ്ടും മറ്റു ചിലപ്പോൾ അവയിൽ നിർവഹിക്കപ്പെടുന്ന ആരാധനകൾക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നതും പരിഗണിച്ചുമാവാം. ഹറം ഷരീഫിൻ്റെയും അതിനകത്തുള്ള കഅബയുടെയും വിശേഷങ്ങളും വിധിവിലക്കുകളും വിവരിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ മക്കയുടെയും പരിസരത്തെയും നിശ്ചിത സ്ഥലമാണ് ഹറം ഷരീഫ്. ഈ സ്ഥലം പ്രത്യേകം ആദരിക്കപ്പെട്ടതാണ്. മക്കയിലെ ഹറമിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ആദ്യം വ്യക്തമാക്കാൻ ഞാൻ കഅബയിൽ നിന്ന് കിഴക്കോട്ട് വാദി നെമിറ വരെ 9 മൈൽ. അറഫ മൈതാനം ഹറമിന് പുറത്താണ്. കഅബയിൽ നിന്ന് തെക്ക് നജ്ദ് ഇറാഖ് ഭാഗത്തേക്ക് 7 മൈൽ. കഅബയിൽ നിന്ന് വടക്ക് ജേറാന വഴി 9 മൈൽ. വടക്ക് പടിഞ്ഞാറ് തൻഈം ഭാഗത്തേക്ക് 3 മൈൽ. തൻഈം ഹറമിൽപ്പെട്ടതല്ല. കഅബയിൽ നിന്ന് ജിദ്ദ വഴി ഹുദൈബിയ വരെ 2 മൈൽ. പണ്ഡിതനായ അബൂ വലീദുൽ അസ്റഖി തൻ്റെ കിതാബ് മക്ക എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണിത്. ജിദ്ദ വഴി മക്കയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ഹറമിൻ്റെ അതിർത്തി കൂടുതൽ വിശാലം. മക്ക പ്രദേശമായ തൻഈം ഹറം ഷരീഫിൻ്റെ പുറത്താണ്. അപ്പോൾ മക്ക മുഴുവൻ ഹറമല്ലെന്ന് ബോധ്യപ്പെട്ടു. ഹറം മുഴുവനും മക്കയുമല്ല. മക്കയല്ലാത്ത ഭാഗമാണ് ഹറമിൻ്റെ പല സ്ഥലങ്ങളും. ആരാധനയുടെ പുണ്യമെന്ന് പറഞ്ഞാൽ ഹറം ഷരീഫിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന ഏത് പുണ്യകർമ്മങ്ങൾക്കും 1,00,000 നൽകുക സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമുണ്ട്. നിസ്കാരം, ഖുർആൻ പാരായണം, സ്വതക്ക, ദിക്ർ തുടങ്ങിയ സർവ്വകർമ്മങ്ങളും ഈ പ്രതിഫലമുണ്ട്. ഹറമിൻ്റെ പരിധിക്കുള്ളിൽ പെടുന്ന ഏത് പ്രദേശത്ത് വെച്ച് നിർവഹിച്ചാലും 1,00,000 പ്രതിഫലം ലഭിക്കും എന്ന് ഗ്രന്ഥങ്ങളിലുണ്ട്. മക്കയുമായുള്ള സഹവാസം തന്നെ സുന്നത്താണ്. പക്ഷേ മക്കയോട് കാണിക്കേണ്ട ആദരവുകളും ബഹുമതികളും നിലനിർത്തുവാനും വർജിക്കേണ്ട കാര്യങ്ങൾ വർജിക്കുവാനും സാധിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം മക്കയിൽ നിന്ന് പിരിഞ്ഞാൽ മക്കയുടെ പുറത്ത് വച്ച് പാപം പ്രവർത്തിക്കുമെന്നറിയാമെങ്കിലും മക്കയിൽ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കരുത്. മക്കയുടെ പുറത്താകുമ്പോൾ തെറ്റുകൾ കൂടുതൽ സംഭവിക്കാമെന്നും മക്കയിലാകുമ്പോൾ ആക്ഷേപികമായ കുറവുണ്ടാകുമെന്നും അറിയാമെങ്കിൽ പോലും തെറ്റുകൾ ചുരുങ്ങാൻ മക്കയിൽ പ്രവേശിക്കാൻ പാടില്ല. മക്കയുടെ ബഹുമതി അവൻ്റെ സാന്നിധ്യം കൊണ്ട് കളങ്കപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണിത്. ഹറമിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രതിഫലം കൂടുതലുള്ളതുപോലെ അവിടെ വെച്ച് പ്രവർത്തിക്കുന്ന തെറ്റുകളും ഗൗരവമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും മറ്റും പലരും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, വല്ലവനും ഹറമിൽ വെച്ച് പാപങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ വേദനാജനകമായ ശിക്ഷയ്ക്കു നാം അവനെ വിധേയനാക്കും. ചെറുപാപങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോലും ഈ ശിക്ഷയ്ക്ക് അർഹതയുണ്ടെന്ന് പ്രസ്തുത സൂക്തത്തിൻ്റെ ധ്വനി. പാപം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പോലും ഖുർആനിൽ കഠിന ശിക്ഷ മുന്നറിയിപ്പ് നൽകിയത് ഹറം ഷരീഫിൻ്റെ പ്രത്യേകതയാണെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഹറമിൽ വെച്ച് തെറ്റ് ചെയ്യണമെന്ന് ഹറമിൻ്റെ പുറത്തു വെച്ച് ഉദ്ദേശിക്കുന്നവൻ പോലും അവൻ ഹറമിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിലും ആയത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ വ്യാപ്തിയിൽ പെടുമെന്ന് ചില ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മഹത്വമുള്ള പള്ളി എന്ന് പറഞ്ഞാൽ പള്ളികളിൽ ഏറ്റവും മഹത്വമുള്ളത് ഹറം ഷരീഫിൻ്റെ പരിധിയിൽപ്പെട്ട മസ്ജിദുൽ ഹറാമാണ്. കഅബയും അതിന് ചുറ്റുമുള്ള പള്ളിയുമാണ് മസ്ജിദുൽ ഹറാം കൊണ്ട് വിവക്ഷ. സാധാരണ പള്ളിയേക്കാൾ 10,000 കോടി ഇരട്ടിയാണ് മസ്ജിദുൽ ഹറാമിന് നിസ്കാരത്തിന് പുണ്യം. ഇമാം ഇബ്നു ഹജർ ഇക്കാര്യം തുഹ്ഫയിൽ മറ്റും ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിലെ 10,000 കോടിയുടെ പുണ്യം ഫർദും സുന്നത്തുമായ നിസ്കാരങ്ങൾക്കുമുണ്ട്. മറ്റു കർമ്മങ്ങൾക്ക് 1,00,000 പ്രതിഫലമാണുള്ളത്. ഹറം ഷരീഫിൽ എവിടെ വെച്ച് ചെയ്താലും 1,00,000 പ്രതിഫലമുണ്ട്. 10,000 കോടിയുടെ പുണ്യം എന്നുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള പള്ളിക്കും മാത്രമല്ല, പിന്നീട് വർദ്ധിപ്പിച്ചതും ബാധകമാണ്. മസ്ജിദുൽ ഹറാം ഇനിയും വിശാലമാക്കിയാലും 10,000 കോടിയുടെ മഹത്വം അതിന് ബാധകമാണ്. പക്ഷേ ഹറം വിട്ട്
ഹില്ലിലേക്ക് എത്തിയാൽ പ്രസ്തുത സ്ഥലത്തിന് ഇരട്ടി പുണ്യമുണ്ടാവില്ല. സാധാരണ പള്ളിയേക്കാൾ 1000 ഇരട്ടി പുണ്യം മസ്ജിദുൽ അഖ്സയിലെ നിസ്കാരത്തിനും 10 ലക്ഷത്തിൻ്റെ പുണ്യം മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിനുമുണ്ട്. പ്രസ്തുത 3 പള്ളികളിൽ വെച്ച് തനിച്ചു നിസ്കരിക്കലാണ് മറ്റു പള്ളികളിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം. മറ്റു പള്ളികളിലേതുപോലെ തന്നെ ഈ 3 പള്ളികളിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ പുണ്യം പുരുഷന്മാരുടെ നിസ്കാരത്തിന് മാത്രം ബാധകമാണെന്ന് ഇമാം ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു നിന്ന് ഫതാവൽ കുബ്ര 1-ാം വാള്യം 201-ലും ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഹജ്ജിൻ്റെ വേളയിൽ അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് ഏത് പള്ളികളെക്കാളും പുണ്യം അവരുടെ റൂം തന്നെയാണ്. ഹറമിൽ എവിടെ വെച്ച് നിർവഹിച്ചാൽ ലഭിച്ച 1,00,000 പ്രതിഫലം ഹറമിൻ്റെ പരിധിയിൽപ്പെട്ട റൂമിൽ വെച്ച് നിസ്കാരത്തിനും ലഭ്യമാണല്ലോ. ഈ പുണ്യത്തിനും കൊതിച്ചു റൂമുകളിൽ വെച്ച് നിസ്കാരവും മറ്റും പുണ്യകർമ്മങ്ങളും വർദ്ധിപ്പിക്കുകയാണ് സ്ത്രീകൾക്ക് പുണ്യവും ലാഭകരവും. കഅബയുടെ ചുറ്റുഭാഗത്തുമുള്ള മേൽപ്പുരയില്ലാത്ത സ്ഥലമാണ് മത്താഫ് പ്രദക്ഷിണ സ്ഥലം. തവാഫിൻ്റെ വേള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. കഅബയുടെ കിഴക്കുഭാഗത്ത് മത്താഫിന് ഇബ്രാഹിം മഖാമും സംസം കിണറും സ്ഥിതി ചെയ്യുന്നത്. കഅബയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഹജറുൽ അസ്വദിൻ്റെ ഭാഗം. മസ്ജിദുൽ ഹറം അവസാനിക്കുന്നിടത്താണ് സഫ എന്ന സ്ഥലം. സഫയുടെ കിഴക്ക് ഭാഗത്ത് 395 മീറ്റർ ദൂരെയാണ് മർവ. കഅബയുടെ കിഴക്ക് തെക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്കാണ് കഅബയുടെ മൂല കേരളത്തിൽ നിന്ന് നിസ്കരിക്കുന്നവർ തിരിയുന്നത്. ഇനിയും ധാരാളം വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് കഅബയെ പറ്റിയൊക്കെ പഠിക്കാൻ ചുരുങ്ങിയൊരു വിവരം നൽകിയെന്നുള്ളൂ. അല്ലാഹു തആല ഭൂമിയിലേക്ക് എത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.